2 സാമുവേൽ 21 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഗിബെയോൻകാരുടെ പ്രതികാരം. ദാവീദിന്റെ ഭരണകാലത്ത് 3 വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു. അവിടുന്ന് അരുളി ചെയ്തു, സാവൂൾ ഗിബെയോൻകാരനെ കൊന്നതുകൊണ്ട് അവന്റെയും കുടുംബത്തിന്റെയും മേൽ രക്തപാതക കുറ്റമുണ്ട്. അതുകൊണ്ട് രാജാവ് ഗിബെയോൻകാരെ വിളിച്ചു. ഗിബെയോൻകാർ ഇസ്രായേല്യരല്ല, അമോര്യരുടെ ഒരു ചെറു വിഭാഗം ആയിരുന്നു. അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേല്യർ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യൂദായെയും കുറിച്ചുള്ള തീക്ഷ്ണതയിൽ സാവൂൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ദാവീദ് ഗിബെയോൻകാരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ കർത്താവിന്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം? ഗിബെയോൻകാർ മറുപടി നൽകി, സാവൂളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ടും തീരുന്നതല്ല. ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദാവീദ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾക്കിടയിൽ കിടമുണ്ടായിരിക്കാതിരിക്കേണ്ടതിന് മനഃപൂർവ്വം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ. അവന്റെ പുത്രന്മാരിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക. കർത്താവിന്റെ പർവ്വതമായ ഗിബെയോനിൽ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ അവരെ തൂക്കിക്കൊല്ലട്ടെ. രാജാവ് പറഞ്ഞു, ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. എന്നാൽ സാവൂളിന്റെ മകൻ ജോനാഥാനുമായി കർത്തൃനാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവീദ് സാവൂളിന്റെ മകനായ ജോനാഥാന്റെ മകൻ മെഫിബോഷെത്തിനെ ഒഴിവാക്കി. ആയായുടെ മകൾ റിസ്പായിൽ സാവൂളിന് ജനിച്ച അർമോനി, മെഫിബോഷെത്ത് എന്നീ പുത്രന്മാരെയും മെഹോലായിലെ ബർസില്ലായുടെ മകനായ അദ്രിയേലിന് സാവൂളിന്റെ മകൾ മേരബിൽ ജനിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടികൂടി. ഗിബെയോൻകാർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവരെ കർത്താവിന്റെ മുൻപിൽ മലയിൽ വെച്ച് തൂക്കിലിട്ടു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. യവം കൊയ്ത്തിന്റെ ആരംഭത്തിലാണ് അവരെ കൊന്നത്. അനന്തരം അയായുടെ മകൾ റിസ്പ പാറമേൽ ചാക്ക് വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ മഴക്കാലം വരെ അവിടെ കിടന്നു. പകൽ പക്ഷികളെയും രാത്രി കാട്ടുമൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ആട്ടിയോടിച്ചു. അയായുടെ മകളും സാവൂളിന്റെ ഉപനാരിയുമായ റിസ്പയുടെ പ്രവൃത്തി ദാവീദ് കേട്ടു. അവൻ ചെന്ന് യാബേഷ് ഗിലെയാദിലെ ആളുകളിൽ നിന്ന് സാവൂളിന്റെയും മകൻ ജോനാഥാന്റെയും അസ്ഥികൾ എടുത്തു. ഗിൽബോവായിൽ വെച്ച് സാവൂളിനെ കൊന്നതിന് ശേഷം അവരുടെ മൃതശരീരങ്ങൾ ഫിലിസ്ത്യർ ബത്ഷാബയിലെ പൊതുവീതിയിൽ തൂക്കിയിട്ടിരുന്നു. യാബേഷ് ഗിലെയാദുകാർ അവ മോഷ്ടിച്ചു കൊണ്ടുപോയി. ദാവീദ് സാവൂളിന്റെയും മകൻ ജോനാഥാന്റെയും തൂക്കിക്കൊല്ലപ്പെട്ടവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്ത് സേലായിൽ സാവൂളിന്റെ പിതാവായ കിഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു. രാജാവ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. പിന്നെ രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദാവീദിന്റെ വീരയോദ്ധാക്കൾ. ഫിലിസ്ത്യരും ഇസ്രായേല്യരുമായി വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്തു. അവൻ തളർന്നു. മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്ബിബെനോബ് ദാവീദിനെ കൊല്ലുവാമെന്ന് വിചാരിച്ചു. അവന്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് 300 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. അവർ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു. എന്നാൽ സെരൂയയുടെ മകൻ അബിഷായി ദാവീദിന്റെ അടുത്ത് സഹായത്തിനെത്തി. അവനെ അടിച്ച് വീഴ്ത്തി കൊന്നുകളഞ്ഞു. ഇസ്രായേലിന്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞ പടയാളികൾ ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അതിനുശേഷം ഗോബിൽ വെച്ച് ഫിലിസ്ത്യരുമായി വീണ്ടും യുദ്ധമുണ്ടായി. അപ്പോൾ ഹുഷാത്യനായ സിബെക്കായി മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു. ഗോബിൽ വെച്ച് ഫിലിസ്ത്യരുമായുണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബെത്ലഹേംകാരനായ യാറെ ഓറഗിമിന്റെ പുത്രൻ എൽഹാനാൻ ഗിദ്യനായ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു. അവന്റെ കുന്തത്തിന്റെ പിടി
നെയ്ത്തുകാരന്റെ ഓടം പോലെയായിരുന്നു. ഗത്തിൽ വെച്ചും ഒരു യുദ്ധമുണ്ടായി. അവിടെ ഒരു അതികായൻ ഉണ്ടായിരുന്നു. അവന്റെ കൈകാലുകൾക്ക് 6 വീതം 24 വിരലുകൾ ഉണ്ടായിരുന്നു. അവനും മല്ലന്മാരുടെ സന്തതികളിൽ ഒരുവനായിരുന്നു. അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ഷിമേയിയുടെ മകൻ ജോനാഥാൻ അവനെ വധിച്ചു. ഇവർ 4 പേരും ഗത്തിലെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവരായിരുന്നു. ദാവീദും അനുചരന്മാരും അവരെ അനുഗ്രഹിച്ചു.